once again welcome back to Tales of Reshma. എല്ലാവരും സുഖമായിട്ട് സന്തോഷമായിട്ടിരിക്കണം എന്ന് വിചാരിക്കുന്നു. എന്ത് വെച്ചിടാ ഒക്കെ വേണോ? ഓക്കെ, ഹായ് പറയൂ. ഹലോ ഗൈസ്, ഓക്കെ, ഞങ്ങൾ ഒരു ഷോപ്പിംഗ് വ്ലോഗായിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചിറങ്ങിയതാണ്. ഷോപ്പിംഗ് എന്ന് പറയുമ്പോൾ കുറച്ച് സന്തോഷം കുറച്ച് വിഷമമുള്ള ഒരു ഷോപ്പിംഗ് ആണ് ഇപ്രാവശ്യത്തത്. ഷോപ്പിംഗ് മെയിൻലി നാട്ടിലേക്ക് പോവുകയാണ്, നാട്ടിലേക്കുള്ള ഒരു പർച്ചേസിൻ്റെ വീഡിയോ. അപ്പം കുറച്ച് പേർക്കെങ്കിലും യൂസ്ഫുൾ ആയാലോ എന്ന് വിചാരിച്ചിട്ട് ചെയ്യുന്നതാണ് കേട്ടോ. അപ്പം കുറച്ച് സന്തോഷം കുറച്ച് സങ്കടം എന്ന് പറയാൻ കാരണം, സന്തോഷം ഓഫ് കോഴ്സ് നാട്ടിൽ പോകുന്നു, വീട്ടിൽ പോകുന്നു, എല്ലാവരെയും കാണാം, അതാണ് സന്തോഷം. സങ്കടം എന്ന് പറയുന്നത് ഇത് ബഹ്റൈനിൽ നിന്നുള്ളൊരു ചിലപ്പോൾ മേ ബി ഒരു ഫൈനൽ എക്സിറ്റ് ആകാം. ഇനി ഫൈനൽ എക്സിറ്റ് ആണ്. എന്താ അതിലോ ഇതിലാണ് കേട്ടോ എനിക്ക് പോവേണ്ടത്. എന്താണെന്ന് എനിക്കറിയില്ല. NDB നാഷണൽ ബാങ്ക് ആണ്. ബാങ്കിൽ എന്തിനാ പോകുന്നത്? ഓക്കെ, ഞാൻ പറഞ്ഞു വന്നത് എന്തായിരുന്നു? നാട്ടിൽ പോകുന്നതിന്റെ സന്തോഷമുണ്ട്. ഫൈനൽ എക്സിറ്റ് ആണ് ഞങ്ങൾ ബഹ്റൈനിൽ നിന്ന് പോകുന്നത്. സോ ഒരു പക്ഷേ ഇനി ഞങ്ങൾ ബഹ്റൈൻ വരാണെങ്കിൽ വിസിറ്റ് വിസ എടുത്ത് ബഹ്റൈൻ ഒന്ന് കാണാൻ വേണ്ടിയിട്ട് വരാം. ഞങ്ങള് ബൈ ബൈ പറയാനുള്ള സമയമായി. ഞങ്ങള് ബഹ്റൈനിൽ നിന്നും ഫൈനൽ എക്സിറ്റ് പോവാണ് നാട്ടിലോട്ട്. കാരണം ചേട്ടന് ട്രാൻസ്ഫർ ആണ്. ചേട്ടന് സൗദിയിലോട്ട് ട്രാൻസ്ഫർ. ഞങ്ങൾ നാട്ടിലോട്ട് പോയി ഒരു ബ്രേക്ക് എടുക്കാമെന്ന് തീരുമാനിച്ചു. കുറച്ച് നാളൊന്ന് ബ്രേക്ക് എടുത്തിട്ട് ദൈവം അനുഗ്രഹിക്കുകയാണെങ്കിൽ, ഇവിടെ പറയുന്ന കണക്ക് ഇൻഷാ അല്ലാ ദൈവം അനുഗ്രഹിക്കുകയാണെങ്കിൽ നമുക്ക് സൗദിയിൽ ജോയിൻ ചെയ്യാൻ പറ്റും. അപ്പം അതുകൊണ്ട് ഒരു കുട്ടി ബ്രേക്ക് എടുത്ത് നാട്ടിലോട്ട് പോവുകയാണ്. അപ്പം നാട്ടിൽ പോകുന്നതിൻ്റെ സന്തോഷവും ഒരു ചെറിയ സങ്കടം, കുറച്ചധികം സങ്കടം ഇവിടെ വിട്ട് പോകുന്നതിൻ്റെ ഒരു സങ്കടം എന്ന് വെച്ചാൽ വെക്കേഷൻ പോകുന്നത് പോലെയല്ല. വെക്കേഷൻ പോകുന്ന സമയത്ത് ഒക്കെ നമ്മൾ തിരിച്ചു വരും എന്നുള്ളൊരു പ്രതീക്ഷയിൽ നമ്മൾ പോകുന്നില്ല. അപ്പം ഇത് ഫൈനലായിട്ട് ഇനി ഇങ്ങോട്ട് വരാൻ പോകുന്നില്ല. സോ സോറി, 2-3 തവണയായി. ഇതാ ഞാൻ എപ്പോൾ വീഡിയോ എടുത്താലും ലോങ് വീഡിയോസ്, മെയിനായിട്ട് ലോങ് ഷോർട്സ് ഒക്കെ ആണെങ്കിൽ നമുക്ക് കുഴപ്പമില്ല, റീടേക്ക് ഒക്കെ പോയി എടുക്കാം. പക്ഷെ ലോങ് വീഡിയോസ് എപ്പോൾ എടുത്താലും ഇയാളെന്നെ സമ്മതിക്കാറില്ല. സോ ഞാൻ പറഞ്ഞു വന്നത്, അപ്പം നമ്മളിങ്ങനെ ഫൈനലായിട്ട് പോകുന്നു, ഇനി ഇങ്ങോട്ട് വരാൻ പറ്റില്ല എന്നറിയുമ്പോൾ ചെറിയൊരു വിഷമം അവിടെ ഇവിടെ എവിടെയൊക്കെ. കാരണം ഒരു 2 years ആയിട്ട് എങ്ങനെയാണോ നമുക്ക് നമ്മളെ വീടും ഇതുപോലെ ആ ഒരു ഫീലിലാണ് ഞങ്ങളിവിടെ നിന്നത്. ഇവിടെ എനിക്ക് തോന്നുന്നു ചേട്ടൻ എന്തായിരിക്കും ഇവിടെ ഏറ്റവും അധികം മിസ് ചെയ്യാൻ പോകുന്നത്? സോറി, ഡ്രൈവിംഗിലാണ്. ഫ്രീഡം, ഓഫ് കോഴ്സ്, കറക്റ്റാണ് കേട്ടോ. ഇവിടുത്തെ ഒരു ഫ്രീഡം ലൈഫ് നമ്മൾ എൻജോയ് ചെയ്തത് ഒരുപാട് മിസ് ചെയ്യും. നാട്ടിൽ പോയാൽ നമുക്ക് ഫ്രീഡം ഇല്ല എന്നല്ല ഞാൻ പറഞ്ഞത്. പക്ഷെ എന്നാലും നമ്മൾ ഫാമിലി ആയിട്ട് നിന്ന് കുറച്ച് നമ്മൾ രാത്രി പുറത്തിറങ്ങിയാൽ പോലും നോ വൺ വിൽ ക്വസ്റ്റ്യൻ us. ഓക്കെ, നമ്മൾ എന്തിനാ പോകുന്നത്, അല്ലെങ്കിൽ നമ്മൾ എവിടെയാ പോകുന്നത്? ഇപ്പോൾ ഞാനിപ്പോൾ പറയട്ടെ, നമ്മൾ എന്താ നാട്ടിലൊക്കെയാണ്, നമ്മൾ വീട്ടിൽ നിന്ന് നമ്മൾ ഒരിടത്ത് പോവാന്ന് വെച്ചാൽ, എൻ്റെ അനുഭവത്തിൽ നിന്ന് പറയുന്നതാണ്. ഉറപ്പായിട്ടും ചോദിക്കും, എവിടാ പോകുന്നത്, എന്തിനാ പോകുന്നത്, എപ്പോൾ വരും, നമ്മൾ എവിടെ പോയാൽ എന്താ, എപ്പോൾ വന്നാൽ എന്താ, ഇതൊക്കെ എന്തിനാ ബാക്കിയുള്ളവർ അറിയുന്നത്? പക്ഷെ ഇവിടെ ആണെങ്കിൽ നീ എവിടെ പോയാലും ഇരിക്കൊന്നുമില്ല, നീ എന്ത് ചെയ്താലും ഒന്നുമില്ല, നീ കഴിച്ചോ കുടിച്ചോ ഒന്നും തിരക്കാൻ ആരുമില്ല, അപ്പനാ കാര്യങ്ങൾ. അപ്പം ആ ഒരു ഫ്രീഡം ഞങ്ങൾക്ക് ഒത്തിരി മിസ് ചെയ്യും. പിന്നെ ഞാൻ പറഞ്ഞ കണക്ക് എപ്പോൾ പോയാലും ഏത് പാതിരാത്രിക്ക് ഇറങ്ങിയാലും ഭയങ്കര സേഫാണ്. അതിന് ഒന്നും പറയാനില്ല, അത്രയും 100% സേഫാണ്. ഇതുവരെയും വേറൊരു അലിഗേഷൻസ് അല്ലെങ്കിൽ ഒരു പെൺകുട്ടിയാണ് പുറത്ത് പോകാൻ ബുദ്ധിമുട്ട്. ഇപ്പം ഞാനും 2 മക്കളുമായിട്ടൊക്കെ ഞങ്ങൾ നടന്ന് പോയി സാധനങ്ങൾ വാങ്ങിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷെ എന്നാൽ പോലും ആരും നമ്മളെ ഒരു നെഗറ്റീവ് കമൻസോ അല്ലെങ്കിൽ ഒരു ഇൻസെക്യൂരിറ്റി ഞങ്ങൾക്ക് ഇതുവരെ ഫീൽ ചെയ്തിട്ടില്ല. അപ്പോൾ ഫസ്റ്റ് തിങ് മെയിനായിട്ട് മിസ് ചെയ്യാൻ പോകുന്നത് ഫ്രീഡം തന്നെയാണ്. പിന്നെ എനിക്കിവിടെ 1-2 ഫേവറേറ്റ് സ്പോട്ടുകളുണ്ട്, ഫുഡ് സ്പോട്ട്, ട്രാവൽ സ്പോട്ടൊക്കെ, അതൊക്കെ കുറച്ചൊക്കെ മിസ് ചെയ്യും. അതുകൊണ്ട് ഒരു ചെറിയ സങ്കടത്തോടു കൂടിയുള്ള ഒരു ഷോപ്പിംഗ് വ്ലോഗാണ്. കുറച്ച് പേർക്ക് യൂസ് ആവുകയാണെങ്കിൽ യൂസ് ആയിക്കോട്ടെ. അപ്പം നമുക്കിനി ബാക്കി ഷോപ്പിംഗ് കാണാം. അതിനു മുന്നേ നല്ല രീതിയിൽ വിശപ്പുണ്ട്. ഒരു ഫുഡ് കഴിച്ചിട്ട് ബാക്കി പർച്ചേസിന് ഇറങ്ങാമെന്ന് വിചാരിക്കുകയാണ്. സോ ലെറ്റ്സ് ഗോ. ഹംഗ്രിയാണോ? അതെ, ഞങ്ങള് വിശപ്പിന്റെ വിളി കാരണം സഹിക്കാൻ വയ്യാണ്ട് ഒരു ഹോട്ടലിലേക്ക് കയറി ഞങ്ങൾ ഫുഡ് ഓർഡർ ചെയ്തിട്ടുണ്ട്. ഞങ്ങളുടെ വയറൊക്കെ നിറഞ്ഞ് ഇനി
നാട്ടിലോട്ട് ഇറങ്ങാണ്. സാധനം വാങ്ങാൻ പോകും. നല്ല ISI മുദ്രയുള്ള വെയിലാണ് കേട്ടോ. ബുദ്ധിയുള്ളവരാരും ഈ സമയത്ത് ഇറങ്ങില്ല. ഞങ്ങളെപ്പോലെ തലയ്ക്ക് വിളവില്ലാത്ത കുറച്ചെണ്ണം ഇറങ്ങിയിട്ടുണ്ട് സാധനം വാങ്ങാനായിട്ട്. എൻ്റെ പൊന്നു, സഹിക്കാൻ പറ്റാത്ത ചൂട്. ആദ്യമായിട്ട് കുട പിടിക്കാൻ കിട്ടിയതുകൊണ്ടാണോ എന്ന് അറിഞ്ഞില്ല. കനി നല്ല ഹാപ്പി ആയിട്ട് ജോളിയായിട്ട് കുട പിടിച്ചിട്ടുണ്ട്. ഇതിനകത്ത് കയറാം. നമുക്കിത് ഗോൾഡ് സിറ്റിയാണ്. ഗോൾഡ് സിറ്റിക്കകത്ത് ഇതിനകത്ത് കയറി കഴിഞ്ഞാൽ കുറച്ച് നേരം നമുക്ക് AC ഒക്കെ കൊണ്ട് ചില്ലായിട്ടിരിക്കാം. അപ്പോൾ അത് ചുറ്റിനും ജ്വല്ലറിയാണ്. സ്വർണ്ണത്തിന് ഭയങ്കര വളരെ വിലക്കുറവായതുകൊണ്ട് ഞങ്ങൾ ആ സെക്ഷനിലോട്ട് നോക്കുന്നതേ ഇല്ല. കുറച്ച് സിൽവർ കളക്ഷൻസ് കാണാം. ഞങ്ങളിതേ മോക്കൊരു പാദസരമൊക്കെ മേടിച്ചിട്ടുണ്ട്. കുറേ അധികം കളക്ഷൻ ഉണ്ട്. പുതിയ വെറൈറ്റി കളക്ഷൻസ് ഒക്കെ വന്നിട്ടുണ്ട്. ഒരു മലയാളി ചേട്ടനാണ്, നല്ല ഫ്രണ്ട്ലി ആയിട്ടുള്ളൊരു ചേട്ടൻ കുറച്ച് ഡിസ്കൗണ്ട് ഒക്കെ തന്നിട്ടുണ്ട് കേട്ടോ. നമുക്ക് കാശൊക്കെ കൊടുത്ത് ഇഷ്ടപ്പെട്ട കൊലിസൊക്കെ മേടിച്ചിട്ട് അവിടെ നിന്ന് ഇറങ്ങാം. അപ്പോൾ ഇനിയാണ് ഞാൻ വാങ്ങണമെന്ന് ആഗ്രഹിച്ചിരുന്ന സാധനം വാങ്ങാൻ വേണ്ടിയിട്ട് പോകുന്നത്. ബഹ്റൈൻ പേളിന് ഭയങ്കര ഫേമസ് ആണ് കേട്ടോ. ഇവിടെ പേളിനൊക്കെ ഉള്ളതുകൊണ്ട് ഭയങ്കര ഫേമസ് ആണ്. ഇതിന് മുന്നത്തെ 1-2 വീഡിയോസിലൊക്കെ അതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞങ്ങളിവിടെ ഫൈനൽ എക്സിറ്റ് പോവല്ലേ, അപ്പോൾ അതുകൊണ്ട് ഇവിടുത്തെ ഒരു മെമ്മറി, ഒരു ഇന്നും നമുക്ക് ഓർമ്മിക്കാനായിട്ട് എനിക്ക് പേളിൽ എന്തെങ്കിലും ഒരു ചെറിയ സാധനങ്ങൾ വാങ്ങണമെന്നുണ്ട്. അപ്പം നമുക്ക് പേളിൽ എന്തെങ്കിലും നോക്കിയിട്ട് വരാം. ബൈ. അതുപോലെ വാങ്ങിത്തരുമോ? ആ, ഈ കടയിൽ നിന്ന് ഇറങ്ങിയപ്പോൾ തൊട്ടടുത്തിരിക്കുന്നതാണ് ഈ ഭംഗിയുള്ള കുറേ സാധനങ്ങൾ ഷോപ്സ്. അപ്പം കാശ്മീർ പ്രോഡക്ട്സ്, പാകിസ്ഥാൻ കാശ്മീർ ബ്ലാങ്കറ്റ് എന്ന് കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു പ്യുവർലി കാശ്മീർ ഐറ്റംസ് ആയിരിക്കും. അല്ല, പാകിസ്ഥാൻ അഫ്ഗാനിസ്ഥാനൊക്കെ ഉണ്ട്. പക്ഷേ അതിൽ കയറിയപ്പോൾ അവൻ എൻ്റെ അടുത്ത് പറഞ്ഞു വീഡിയോ നോട്ട് അലൗഡ് മാഡം എന്ന്. അപ്പോൾ പിന്നെ ഞങ്ങൾ നിന്നില്ല, ഇറങ്ങി. അവിടെ നിന്ന് ഇറങ്ങിയത് ഇപ്പുറത്ത് വന്നപ്പോൾ ചേട്ടൻ ദേ ഇതും പിടിച്ചുകൊണ്ട് നിൽക്കുന്നു. ഇതിലൂടെ നോക്കിയിട്ട് ഈ മനുഷ്യൻ എന്തെങ്കിലും കണ്ടോ എന്ന് എനിക്കറിയത്തില്ല, ഞാൻ നോക്കിയില്ല. അപ്പോൾ തൊട്ടടുത്ത് വേറൊരു ഭംഗിയുള്ളൊരു ഷോപ്പ് കണ്ടു. വീഡിയോ മാത്രം എടുത്തു, കാരണം ഇതിനകത്ത് ആരെയും കണ്ടില്ല. അപ്പോൾ കുറച്ച് ആൻറ്റിക് കളക്ഷൻസ് പോലത്തെ എന്തൊക്കെയോ ഉള്ളൊരു സ്ഥലം. ആളില്ലാത്തതുകൊണ്ട് ഞാൻ കയറിയില്ല. ഇനി എങ്ങാനും കാണാതെ പോയി കഴിഞ്ഞാൽ എൻ്റെ തലയിലാവൂലേ. അങ്ങനെ പിന്നെ ഈ വഴിയിലൂടെ ഇങ്ങനെ നടന്ന് കുറച്ച് നമുക്ക് ഫോട്ടോ ഒക്കെ എടുക്കാനും ഇങ്ങനത്തെ കളക്ഷൻസൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് ഇവിടെ വന്നാൽ ഒത്തിരി വെറൈറ്റി കളക്ഷൻസ് കിട്ടും കേട്ടോ. ഫൈനലി ഞാൻ എൻ്റെ ഡെസ്റ്റിനേഷനിൽ എത്തിയിരിക്കുന്നു. എനിക്ക് മനസ്സിന് ഇഷ്ടപ്പെട്ട പേൾ കളക്ഷൻസ് കിട്ടി. ഞാൻ 2 പേൾ കളക്ഷൻ എടുത്തു. മാത്രമല്ല എൻ്റെ കയ്യിലുണ്ടായിരുന്ന പേൾ കൊടുത്തു കഴിഞ്ഞാൽ അവർ കസ്റ്റമൈസ് ചെയ്ത് തരും എന്ന് പറഞ്ഞത് കാരണം ഞാൻ അത് കൊടുത്ത് കസ്റ്റമൈസ് ചെയ്യാനൊക്കെ ഏൽപ്പിച്ചിട്ടുണ്ട്. പേളിൻ്റെ ഷേപ്പൊക്കെ കുറച്ച് പെർഫെക്റ്റ് ആയതുകൊണ്ട് തന്നെ ഇച്ചിരി എക്സ്പെൻസീവ് ആണ്, എന്നാലും ഓക്കെ എനിക്കിഷ്ടമായി. ഇഷ്ടമായി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളത് വാങ്ങണ്ടേ, വാങ്ങപ്പോഴേ നമുക്ക് മനസ്സിലൊരു സമാധാനം സന്തോഷമൊക്കെ കിട്ടുള്ളൂ. അപ്പോൾ എനിക്ക് ഞാനൊരു ഹാപ്പി മൊമെൻറ്റിലാണ് നിൽക്കുന്നത്. എനിക്ക് നന്നായിട്ട് ഇഷ്ടമായി. ഇപ്പോൾ എൻ്റെ കയ്യിലുണ്ടായിരുന്ന പേളൊക്കെ കൊടുത്ത് അവർ സെറ്റ് ചെയ്ത് തരാമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. നിൻ്റെ കുറേ നാളത്തെ ആഗ്രഹം കണക്ക് ഇപ്പോൾ പേള് മേടിച്ചല്ലോ, എന്താ ഇപ്പോൾ തോന്നുന്നത്? എൻ്റെ മനസ്സിൽ തോന്നുന്നത് എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി. കാരണം എൻ്റെ കുട്ടി സേവിങ്സ് ആണെങ്കിലും എനിക്ക് വാങ്ങാൻ പറ്റിയില്ല. ഞാൻ ഭയങ്കര ഹാപ്പി തോന്നുന്നതാണ്. എനിക്ക് സങ്കടം വരണം. എനിവേ എനിക്ക് എൻ്റെ ആഗ്രഹമായിരുന്നു വാങ്ങണമെന്നുള്ളത്. അപ്പോൾ എനിക്കത് വാങ്ങാൻ പറ്റിയത് ഭയങ്കര സന്തോഷം. വെച്ചാൽ എന്താ പറയുക, നമുക്ക് ഉള്ളിൽ ഐസ് വീണൊരു ഫീൽ എന്നൊക്കെ പറയില്ലേ. അപ്പോൾ കേൾക്കുമ്പോൾ ചിലപ്പോൾ തമാശയായിട്ട് തോന്നാം, അല്ലെങ്കിൽ പിന്നെ അവൾ തള്ളുന്നു, അവൾ ജാട കാണിക്കുന്നു, അങ്ങനെയൊക്കെ തോന്നാം. പക്ഷെ അങ്ങനെയല്ല. എനിക്ക് അത് ചെറുതാണെങ്കിലും എൻ്റെ ഡ്രീം കം ട്രൂ എന്ന് പറയാം. ഡ്രീം എന്ന് പറയുമ്പോൾ എനിക്ക് ഒരുപാട് ഡ്രീംസ് ഉണ്ട്, പക്ഷെ അതിലൊന്നാണ് എനിക്കത് ചെറിയ ഡ്രീമല്ല. അത് സാധിച്ചതിൽ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നണം കേട്ടോ. ഇന്നത്തെ ദിവസം മൊത്തം എന്നെ ഇങ്ങനെ മണപ്പിച്ച് മണിച്ചത്. കാരണം താഴെ ഇറങ്ങിയപ്പോൾ അത്തർ കടയിൽ നിന്ന് ചേട്ടൻ കുറേ അത്തറിൻ്റെ കയ്യിൽ മൊത്തം തേച്ചിട്ടുണ്ട്. എവിടെ മണപ്പിച്ചാലും നല്ല മണമാണ്. ഇന്ന് മൊത്തം ഞാൻ മണന്ന് ഇങ്ങനെ എന്നെ കണ്ടാൽ അറിയാം, അപ്പോഴപ്പോഴേ ഇങ്ങനെ മണപ്പിക്കുന്നുണ്ട്. അത് നല്ല ദിവസം ഉണ്ടായിരുന്നുണ്ട്. എന്തായാലും എനിക്ക് ഭയങ്കര ഹാപ്പി മൊമെൻ്റ് ആണെന്ന് സപ്പോർട്ട് ചെയ്യുന്നതിന് ചേട്ടനും കുട്ടികളൊക്കെ ഹൈഫൈ. അവിടെ നിന്നൊരു ജ്യൂസൊക്കെ കുടിച്ച് കഴിഞ്ഞ് ഞങ്ങൾ നേരെ ഇറങ്ങിയത് ബാബിൾ ബൈറിനിലോട്ടായിരുന്നു. അവിടെ മെയിൻ ലക്ഷ്യം ടർക്കിഷ് പാത്രം അല്ലെങ്കിൽ ബൗൾ, എന്തെങ്കിലും ടർക്കിഷോ ഇറാനി എന്തെങ്കിലും ഒരു വെറൈറ്റി ഐറ്റംസ് വാങ്ങണമെന്നാണ്. ഇവിടെ വന്ന് വില കണ്ട് കണ്ണ് തള്ളി അന്തം വിട്ട് കുന്തം വിഴുങ്ങി നിൽക്കുകയാണ്. അതാണ്ട് ഈ ഒരു കുഞ്ഞ് സാധനത്തിനൊക്കെ 5.5 ആണ്. കുഞ്ഞ് ബൗളിനൊക്കെ 3 ദിനാറ്. 1 ദിനാറിനൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒരു കെച്ചപ്പ് എന്തെങ്കിലും ഒഴിച്ച് വെക്കാൻ പറ്റുന്ന ഒരു കുഞ്ഞ് ബൗളില്ലേ, അത് കണക്കൊക്കെയാണ് 1 ദിനാറിന് കിട്ടുന്നത്. അപ്പം ഞങ്ങളിങ്ങനെ വില കണ്ടിട്ട് വാങ്ങണോ വേണ്ടയോ, പക്ഷെ വാങ്ങാം. കാരണം ഇത് ഹാൻഡ് മെയ്ഡാണ്, 100% ഹാൻഡ് മെയ്ഡാണ്. ടർക്കിയും ഇറാനിയും എന്നൊക്കെ വരുന്ന സാധനങ്ങളാണ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് അതിൻ്റേതായ കോസ്റ്റ്ലി ആയിരിക്കുമല്ലോ, നമ്മളത് പ്രതീക്ഷിക്കാം. അപ്പോൾ ഈ വലിയ വലിയ സാധനങ്ങളുടെ വിലയൊന്നും ചോദിക്കാതിരിക്കുന്നതാണ് ഭേദം. അപ്പോൾ ഇത് കുറേ അധികം കളക്ഷൻസ് ഉണ്ട് കേട്ടോ.
ആ കട മൊത്തം മരിച്ച് പറക്കിയിട്ട് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിയപ്പോൾ തൊട്ട് ഫ്രണ്ടിൽ കണ്ടൊരു ഷോപ്പിൽ കുറച്ച് വെറൈറ്റി ആയിട്ടുള്ള സാധനങ്ങൾ, ഇതേ തവളയുണ്ട്, കോഴിയുണ്ട്, മയിലുണ്ട്, എല്ലാ സാധനങ്ങളും ഉണ്ട്. അങ്ങനത്തെ ഇതൊക്കെ കുറച്ച് നമുക്ക് വെറൈറ്റി ആയിട്ട് ഗാർഡനിങ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യാം. അങ്ങനെ ഒരു സെക്ഷൻ ഓഫ് പർച്ചേസ് കഴിഞ്ഞിരിക്കുകയാണ്. അപ്പം ഞങ്ങൾ മനാമയിൽ നിന്ന് ഇറങ്ങി കുറച്ച് സാധനങ്ങൾ മേടിച്ചു. അപ്പം ഇനി കുറച്ചൊന്ന് രണ്ട് ബക്കറ്റ് ലിസ്റ്റിൽ കുറച്ച് ഐസ്ക്രീം. നല്ല വെയിലായിരുന്നു. വെയില് മാത്രമല്ല ഭയങ്കര ചൂടായിരുന്നു. അപ്പൊ അതുകൊണ്ട് എല്ലാരും ടയേർഡായി കണ്ടോ, ഫേസ് ഒക്കെ. ആദ്യം വന്ന ഞങ്ങളെയും ഇപ്പോഴേ ഒന്ന് നോക്കുന്നുണ്ട്. ചേട്ടനെ വാടിക്കഴിഞ്ഞ കീര പോലെ ഇരിക്കുന്നത്. നിനക്ക് ക്ഷീണമില്ല? ഇതിന്റെ ഇടയ്ക്ക് അവൾ ഉറങ്ങിയല്ലോ. ഉറങ്ങുമ്പോ പിന്നെ ഞാനും ചേട്ടനും എടുത്തോണ്ട് നടന്നുകൊണ്ട് ആൾക്ക് വലിയ ക്ഷീണമൊന്നും ഇല്ലാന്ന് തോന്നുന്നു. നല്ല ടയേർഡാണ് കേട്ടോ. ഈ വെയിലത്ത് അധികം പുറത്തിറങ്ങാതിരിക്കുന്നതാണ് നല്ലത്. ഈ ഒരു ടൈമിലൊക്കെ ഇറങ്ങി കഴിഞ്ഞാൽ ഓക്കെയാണ്, കുഴപ്പമില്ല, ചൂട് അധികം ഇല്ലല്ലോ. പക്ഷെ പുറത്തിറങ്ങുമ്പോൾ ഒരു വല്ലാത്ത ചൂട്, നമ്മൾ ഈ അടുപ്പിന്റെ ഫ്രണ്ടിൽ നിൽക്കുന്ന ചൂട്. ഈ ഒരു ടൈം എന്ന് ഉദ്ദേശിച്ചാൽ ഇപ്പൊ ഇവിടെ 6 മണിയായി. എനിക്ക് തോന്നുന്നു ഒരു 4-5 മണിക്കൊക്കെ നമ്മൾ ഇറങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് നന്നായിട്ട് ഒരു ക്ഷീണം അധികം ഇല്ലാതെ പർച്ചേസ് ചെയ്ത്. ഞങ്ങൾ ഉച്ചയ്ക്ക് ഇറങ്ങിയത് കൊണ്ട് നല്ല ടയേർഡായി. ഇനി തിരിച്ച് കുറച്ച് ഞാൻ പറഞ്ഞേ, ഇനി നമ്മൾക്ക് പോവാം. അപ്പൊ ഇനി ബക്കറ്റ് ലിസ്റ്റിൽ ഇനിയും റിമൈനിങ് കുറച്ച് തിങ്സ് ഉണ്ട് ഇതേപോണം. അപ്പൊ അത് വാങ്ങാനായിട്ട് പോവാണ്. ഇനി ബാക്കി ഞങ്ങൾ ഇപ്പോ പോവാൻ പോകുന്നത് ഡ്രാഗൺ സിറ്റിയിലോട്ടാണ്. ഡ്രാഗൺ സിറ്റി ഒരു അമ്മ പറയട്ടെ, നിനക്ക് മണിയുണ്ട് ഐസ്ക്രീം വാങ്ങിക്കാൻ പറയട്ടെ, അമ്മ വെയിറ്റ് ചെയ്യാ. ഓക്കെ, ഗുഡ് ഗേൾ. അപ്പൊ ഞങ്ങൾ ഡ്രാഗൺ സിറ്റിയിലോട്ടാണ് പോകുന്നത്. ആക്ച്വലി ഡ്രാഗൺ സിറ്റിയുടെ ഒരു വീഡിയോ തന്നെ ചെയ്യേണ്ടത്. അത് ഒരു ദിവസം ഫുള്ള് നടന്നാൽ പോലും ഡ്രാഗൺ സിറ്റി ഒരു ദിവസം ഫുള്ള് കാണിക്കാനുള്ളതുണ്ട്. അതിനകത്ത് നടക്കാനാണെങ്കിൽ ഒത്തിരി ഓരോ ഷോപ്സ്. എനിക്ക് അറിഞ്ഞൂടാ, ഗേറ്റ് കുറെ ഗേറ്റുകളുണ്ട്. ഒരു 10-14-15 ഗേറ്റുകളും ഉണ്ടെന്ന് തോന്നുന്നു. ഓരോ ഗേറ്റിൽ നമ്മൾ കയറുമ്പോഴത്തേക്കും അവിടെ കിട്ടാത്ത സാധനങ്ങളായിട്ട് ഒന്നുമില്ല. A to Z എന്ന് വെച്ചിട്ട് പലവ്യഞ്ജന സാധനങ്ങളൊന്നും കിട്ടും, നമ്മുടെ ഗ്രോസറി ഐറ്റംസ് ഒന്നും കിട്ടുന്നില്ല. ബാക്കി സാധനങ്ങൾ, ഒരു വീട്ടിലത്തേക്ക് ആവശ്യമുള്ള ബാക്കി കർട്ടൻ, ബെഡ്ഷീറ്റ്, ഡെക്കറേഷൻ സാധനങ്ങൾ, വാട്ടർ ഫൗണ്ടെയിൻസ്, ഇലക്ട്രോണിക് സാധനങ്ങൾ, കിഡ്സിനുള്ള കൊണ്ടുപോകണോ. ഇടയ്ക്കിടയ്ക്ക് ഞാൻ ഈ ഇതാവുന്നത് ഇതിന്റെ ഇടയ്ക്ക് ഓരോ ഇത് കൊണ്ടുവരുന്നുണ്ട്. ഡിസ്റ്റർബൻസ് ആണെങ്കിൽ സോറി. അപ്പൊ ഇതാ ഡ്രാഗൺ സിറ്റിയിൽ അപ്പൊ അങ്ങനെ ടോയ്സ്, ഷൂസ്, ഡ്രസ്, ഇതൊക്കെ അങ്ങനത്തെ സാധനങ്ങളെല്ലാം ഒരുപാടുണ്ട് അടുത്ത്. അതുകൊണ്ട് അതൊരു ഫുൾ എപ്പിസോഡായിട്ട് ഇടാൻ, ഒരു എപ്പിസോഡായിട്ട് ചെയ്യാനുള്ള ഒരു കണ്ടന്റ് ഉണ്ട് ഡ്രാഗൺ സിറ്റിക്ക്. പക്ഷെ അങ്ങനെ ചെയ്യുന്നില്ല. ഇപ്പോൾ ജസ്റ്റ് ഞങ്ങൾ ഓൾറെഡി നടന്ന് തളർന്ന് കാലൊക്കെ ഇച്ചിരി വേദന, കണ്ണയ്ക്ക് വാക്സിൻ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർക്ക് അതിൻ്റെ ഒരു പെയിൻ ഉണ്ട് കാലിന്. അതുകൊണ്ട് ഇപ്പോൾ ഞങ്ങൾക്ക് എന്താണോ വാങ്ങാനുള്ളത് ആ ഷോപ്പ് പോവുക, അവിടെ നിന്ന് ആ സാധനം വാങ്ങുക, തിരിക്കുക, അത്രയും.
ഒരു ഷോപ്പിലോട്ട് കയറുന്നത് എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾക്ക് ലൈറ്റ് വേണം. അപ്പോൾ അതേ ഇരിക്കുന്ന ഇത് ടർക്കിഷ് മോഡൽ ലാമ്പാണ് നോക്കുന്നത്. പക്ഷേ ഇത് അത്ര ക്വാളിറ്റി ഇല്ല. ഇത് ചൈന മെയ്ഡാണ്. പക്ഷേ ടർക്കിഷ് ലാമ്പ് എന്ന് പറയുമ്പോൾ പ്യുവർലി ഹാൻഡ് മെയ്ഡ് നമുക്ക് കിട്ടും. അത് വേറൊരു ഷോപ്പിൽ ഒറിജിനൽ ഹാൻഡ് മെയ്ഡ് എന്ന് പറഞ്ഞിട്ട് ഇതിൻ്റെ ടർക്കിഷ് ലാമ്പിൻ്റെയും കുറേ ടർക്കിഷ് പ്ലേറ്റ്സ്, ഇറ്റാലിയൻ പ്ലേറ്റ് അങ്ങനെ കുറേ കിട്ടും. അതാണ് ഈ ഷോപ്പ്. ഞങ്ങൾ അവിടെ നിന്ന് ലൈറ്റ് മേടിച്ചില്ല. അപ്പം ഇത് കണ്ടില്ലേ, എത്ര കളക്ഷൻസാണ് നോക്കി. നമുക്ക് ഏത് വേണമെന്നുള്ള ഭയങ്കര കൺഫ്യൂഷനായിപ്പോൾ. ഒരുപാട് ആൻറ്റിക് മോഡൽസ് ഉണ്ട്. അങ്ങനെ നോക്കി എന്തെല്ലാം കുറേ വെറൈറ്റീസ്, എന്തൊക്കെയോ പാത്രങ്ങളും ഇപ്പം വോളിലൊക്കെ വെക്കുന്ന കണക്ക് വിൻഡോ പോലത്തെ ഇതെല്ലാം ഫുള്ള് നമ്മളെ ഫ്രിഡ്ജ് മാഗ്നറ്റ്സ് ആണ്. ഇവിടെ കുറേ ഐറ്റംസ് കളക്ഷൻസ് ഉണ്ട്. ഭയങ്കര വെറൈറ്റി നല്ല ഭംഗിയുള്ള സാധനങ്ങളാണ് കേട്ടോ. നമുക്ക് ഓരോന്നും കണ്ടു കഴിഞ്ഞാൽ ഒരുപാട് ഇഷ്ടം. ഈ ഇങ്ങനത്തെ കളക്ഷൻസൊക്കെ ഒത്തിരി ആഗ്രഹമുള്ളവർ ഇവിടെ ധൈര്യമായിട്ടൊന്ന്, ഞാൻ 2 പ്ലേറ്റും പിടിച്ചിട്ട് കിളി പറന്ന് നിൽക്കുവാണ്. എനിക്ക് ഏതെടുക്കണമെന്ന് അറിയാൻ പാടില്ല. ഇതൊക്കെ ഒരു 7 ദിനാർ ആ ഒരു റേഞ്ചാണ് കേട്ടോ. ഈ പ്ലേറ്റൊക്കെ 7 or 8 ആ ഒരു റേഞ്ചിലാണ് വരുന്നത്. സൈസ് കൂടുന്നതനുസരിച്ച് റേറ്റും കൂടും. അപ്പോൾ ഇതിങ്ങനെ ഒരുപാട്, ഇതെല്ലാം പ്യുവർലി ഹാൻഡ് മെയ്ഡാണ്. ഒരുപാട് കളക്ഷൻസ് ഉണ്ട്. അങ്ങനെ ഞങ്ങൾ പർച്ചേസ് കഴിഞ്ഞു. ഓൾമോസ്റ്റ് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങി എല്ലാം കഴിഞ്ഞിട്ട് ഇവിടെ നിന്ന് ഇറങ്ങി. ഇനി തായ് മാർട്ടിൽ പോയിട്ട് ഒരു തായ് ഐസ്ക്രീം കുടിക്കണം എന്നൊരാഗ്രഹമുണ്ട്. ഇനി നടന്നില്ലെങ്കിലോ, ഇവിടെ വരുന്നില്ലല്ലോ ഇനി. അപ്പോൾ ഒരു തായ് മാർട്ടിൽ പോയിട്ട് തായ് ഐസ്ക്രീം കുടിച്ചിട്ട് ഞങ്ങളിവിടെ നിന്ന് ഇറങ്ങുവാണ്. സോ തായ് മാർട്ടിൽ പോകാം. കയറിയത്. ഇപ്പോൾ ദേ ഗേറ്റ് നമ്പർ 12 കൂടെ പുറത്തോട്ട് ഇറങ്ങാൻ പോവുകയാണ്. ഡ്രാഗൺ സിറ്റി വിശേഷങ്ങൾ ഇത്രയേ ഉള്ളൂ. ഡ്രാഗൺ സിറ്റി ഇത്രയേ ഉള്ളൂ എന്നല്ല, ഇത് കാണിക്കാൻ ഒരുപാടുണ്ട്. പക്ഷെ ഞാൻ ഇന്ന് ഇത്രേ കാണിക്കുന്നുള്ളൂ. ഞങ്ങൾ ഗേറ്റ് നമ്പർ 12 വഴി ഇപ്പോൾ പുറത്തേക്ക് ഇറങ്ങുകയാണ്. ഇനി തായ് മാർട്ടിൽ പോയിട്ട് ഒരു ഐസ്ക്രീം കുടിച്ചിട്ട്
Yes. This is mango sticky rice with coconut ice cream. കഴിച്ചു നോക്കട്ടെ. മക്കളെ തരാം. തരാം. ഇതാണ് സ്റ്റിക്കി റൈസ്. പേര് പോലെ തന്നെ സ്റ്റിക്കി സ്റ്റിക്കി ഇരിക്കുന്നത്. ഈ ഐസ്ക്രീം കൂടെ ഫിനിഷ് ചെയ്ത് കഴിഞ്ഞാൽ ഇനി നേരെ വീട്ടിലോട്ടാണ്. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ ബൈ.